ലിയോ സിംഹ ആസ്ട്രോവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അശ്വതി നക്ഷത്രത്തിൻ്റെ ഗുണഫലങ്ങളെ പറ്റിയിട്ടാണ്. പൊതു ഗുണഫലങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കൂട്ടർ പൊതുവെ ശാന്തശീലരും ധൈര്യശാലികളുമായിരിക്കും. പക്ഷേ ഇവർക്കൊരു നെഗറ്റീവുണ്ട്. 30 വയസ്സിന് ശേഷമാണ് ഈ കൂട്ടർക്ക് നല്ലൊരു കാലമുണ്ടാകുന്നത്. അതുവരെ സ്ട്രഗിളിങ് പീരീഡ് ആയിരിക്കും. എന്തിനും ഏതിനും അവർക്ക് മുന്നിൽ പ്രതിരോധം തീർക്കും. പക്ഷേ 30 വയസ്സിന് ശേഷം ഈ കൂട്ടർക്ക് നല്ലൊരു കാലം വന്നു ചേരും. ശാന്തിയും സമാധാനവും സാമ്പത്തികപരമായിട്ടും നല്ലൊരു ജോലിയും ഈ കൂട്ടർക്ക് വന്നു ചേരുന്നത് 30 വയസ്സിന് ശേഷം മാത്രമായിരിക്കും. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ നമ്മുടെ ഈ ആചാരങ്ങൾക്കും ഈ അന്ധവിശ്വാസങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകാത്തവരാണ്. വലിയൊരു പ്രാധാന്യം നൽകത്തില്ല. എന്നാൽ അവർ വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്ന പദവികളിൽ പോലും അശ്വതി നക്ഷത്രക്കാർ എത്തിയിരിക്കും. കൂടെ നിന്ന് സഹായിക്കുന്നവർക്ക് സ്വന്തം ജീവൻ കളഞ്ഞു പോലും എന്ത് സഹായവും അശ്വതി നക്ഷത്രക്കാർ ഈ കൂട്ടർ ചെയ്തു കൊടുക്കും. ഒരു കാര്യം വന്നാൽ ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് അവലോകനം നടത്തി അതിൻ്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ചിന്തിച്ച് കേട്ടറിഞ്ഞതിന് ശേഷം മാത്രമേ അശ്വതി നക്ഷത്രക്കാർ ഒരു കാര്യം തിരഞ്ഞെടുക്കത്തുള്ളൂ. അത് സുഹൃത്തുക്കളാണെങ്കിൽ പോലും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഇവർക്ക് പെട്ടെന്ന് സാധിക്കും. കൂട്ടത്തിൽ നിന്ന് ഒരാൾ അശ്വതി നക്ഷത്രക്കാരെ ചതിക്കാൻ നിന്നാൽ അവർ പിന്നീട് ആ ചതിക്കുന്നവനോട് ഒരു കാരണവശാലും പൊറുക്കത്തില്ല. വിട്ടുപോയ ആ ഒരു സൗഹൃദ ബന്ധം എപ്പോഴും അകറ്റി തന്നെ നിർത്തും. കലാ സാഹിത്യ രംഗങ്ങളിൽ അശ്വതിക്കാർ മുൻപന്തിയിൽ തന്നെയാണ്. കലയിലും സാഹിത്യത്തിലും ഏതു മേഖലയിലും അശ്വതിക്കാർ മുൻപന്തിയിൽ തന്നെയാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അശ്വനി ദേവതയാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അശ്വനി ദേവതയാണ്. ഗണം ദേവഗണമാണ്. നക്ഷത്രം പുരുഷ നക്ഷത്രം. പ്രതികൂല നക്ഷത്രമാണ് കാർത്തിക, മകയിരം, പുണർദം, വിശാഖം, തൃക്കേട്ട. മൃഗം കുതിരയാണ്. പക്ഷി പുള്ള് ആണ്. വൃഷം കാഞ്ഞര ആണ്. അശ്വതി നക്ഷത്രക്കാരുടെ വൃക്ഷമെന്ന് പറയുന്നത് കാഞ്ഞരമാണ്. ഗണം ദൈവഗണമാണ്. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ ക്ഷമിക്കും, ശാന്തശീലരാണ്. എല്ലാ കാര്യങ്ങളും തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുവാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർ ക്ഷമിക്കും. എന്നാൽ കൂട്ടത്തിൽ നിന്ന് ചതിക്കാൻ നിന്നാൽ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് അശ്വതി നക്ഷത്രക്കാരെ മാറ്റി നിർത്താൻ നിന്നാൽ അശ്വതി നക്ഷത്രക്കാർ ഒരു കാരണവശാലും ക്ഷമിക്കില്ല. എന്നും അവരുടെ മനസ്സിൽ ആ വേദനയും ആ ചതിയും ഉണ്ടാവും. എന്നാൽ പ്രതികാരം ചെയ്യുവാനോ മറ്റൊരാളെ ദ്രോഹിക്കുവാനോ അശ്വതി നക്ഷത്രക്കാർ മുന്നിട്ടിറങ്ങില്ല. ശാന്തശീലരായി മാറി നിൽക്കും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.